സർ, യഥാർത്ഥത്തിൽ പലപ്പോഴും അമേരിക്ക എടുക്കുന്ന ചില നിലപാടുകൾ കണ്ടാൽ ലോകത്തിന് മുഴുവൻ എതിരാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് തോന്നിപ്പോകാം. ചില നിലപാടുകളിൽ ചില ലോകരാജ്യങ്ങൾക്ക് അനുകൂലമായ നിലപാടും സ്വീകരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇറാൻ ഉൾപ്പെടുന്ന വിഷയത്തിൽ മാത്രമല്ല, പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ ഒന്നാകെ അമേരിക്ക ഒരു വില്ലനാണോ അതോ നായകനാണോ എന്നതാണ് ചോദ്യം. സത്യത്തിൽ നമ്മൾ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ, കഴിഞ്ഞകാല ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിക്കുകയും കൂടി ചെയ്ത് നോക്കിയാൽ അമേരിക്ക ഒരാളെയും സഹായിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. സത്യം, അമേരിക്കയുടെ കാര്യം നേടിയെടുത്ത് ലോകത്തിനെ എല്ലാം കീഴ്പ്പെടുത്തിക്കൊണ്ട് അവർ സുഖമായി ജീവിക്കാനുള്ള സാധ്യതകൾ തെരഞ്ഞുപോയി ആ സാധ്യതകൾ ശരിയാക്കിയെടുത്ത് അവർ ലോകരാജ്യത്ത് ധൂർത്തടിച്ച് വളരെ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ ജീവിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. സത്യത്തിൽ ഈ അമേരിക്ക എന്ന് പറയുന്നത് എന്താണ്? ഈ അമേരിക്കയിൽ പെടാത്ത, അതായത് അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ ലോകരാജ്യങ്ങളെയും നമ്മൾ എടുക്കുക. ആ രാജ്യങ്ങളിലെല്ലാം ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഏത് രാജ്യം എടുത്താലും, ചൈന, ഇവിടെയുള്ള ജനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കുറച്ച് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളിലുള്ള എല്ലാവരും ചെന്നു ചേക്കേറുന്നൊരു സ്ഥലമാണ് അമേരിക്ക. അത് ആദ്യം ചിലപ്പോ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ബിസിനസിന്റെ തുടങ്ങാനായിട്ട്, അങ്ങനെ പലതരത്തിൽ കുറച്ച് പൈസ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ ആദ്യം സെറ്റിൽ ചെയ്യാൻ കൊടുക്കുന്ന ഒരു ഓപ്ഷനുള്ള സ്ഥലമാണ് അമേരിക്ക. അത് സത്യത്തിൽ ശരിയാണ് താനും. അവിടെ നിയമങ്ങൾ വളരെ കറക്റ്റാണ്. എന്തും അവിടെ നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. സുഖമായി ജീവിക്കാം. ഇതൊക്കെ തന്നെയാണ് അവിടുത്തെ പ്രത്യേകത. ഇപ്പോഴുള്ള നിലവിലെ പ്രസിഡന്റ് പോലും വേറെ രാജ്യക്കാരനാണ്, അവിടെ വന്ന് സെറ്റിൽ ആയതാണ്. അങ്ങനെ എല്ലാവരും, ഒരുപാട് ഇന്ത്യക്കാര്, ചൈനക്കാര്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈവൻ ഈ ഗൾഫ് രാജ്യങ്ങളിലെ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ, കുവൈത്ത്, ഇവരെല്ലാം എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പൈസ ഉണ്ടായി കഴിഞ്ഞാൽ നേരെ അമേരിക്കയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യും. ഇപ്പോ അൽ ഖയ്ദ നേതാവ് ഒസാമ ബിൻ ലാഡൻ, അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ ഒരു 95 ഫാമിലികൾ അമേരിക്കയിൽ സെറ്റിലാണ്. മാത്രമാണ് ഈ തീവ്രവാദ പണിയായിട്ട് പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലോകരാജ്യങ്ങളെ ചൂഷണം ചെയ്ത് അവരിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന പൈസ കൊണ്ട് സുഖമായിട്ട് ഈ ലോകത്ത് ജീവിക്കുക, അല്ലാതെ ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ ഒരിക്കലും അമേരിക്ക ഇടപെട്ടിട്ടുണ്ടോ, തീർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് വളരെ സംശയത്തോടെ കാണേണ്ട കാര്യമാണ്. നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയെ മുറിച്ച്, അതായത് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടായി. ഈ പാകിസ്ഥാനുമായിട്ട് നമ്മൾ 2 പ്രാവശ്യം യുദ്ധം ഉണ്ടായി, 65-ലും 71-ലും. ആ യുദ്ധങ്ങളിലെല്ലാം തന്നെ ഈ അമേരിക്ക എന്താ ചെയ്തത്? അമേരിക്ക പാകിസ്ഥാന്റെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ 2 ഭാഗത്തും നിൽക്കാതെ ഒരു മധ്യസ്ഥം നിന്ന് അത് തീർക്കാനല്ല നോക്കിയത്. അപ്പോ പാകിസ്ഥാന്റെ ഒപ്പം നിന്നിട്ട് ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കാനൊക്കെയാണ് ആ സന്ദർഭങ്ങളിലൊക്കെ നോക്കിയത്. എന്തൊക്കെ ആരൊക്കെ എങ്ങനെയൊക്കെ ചെയ്താലും ഇന്ത്യയുടേതായ ഒരു ദൈവിക ശക്തിയുള്ള കാരണം ഇന്ത്യ മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ ഒരുപാട് പേര് വന്നു കൊള്ള ചെയ്ത് കൊണ്ടുപോയി എന്നൊക്കെ സത്യമാണ്. അപ്പോ ഇന്ത്യയെ ആരൊക്കെ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായില്ല, ഇന്ത്യ വളർന്നുകൊണ്ടേയിരുന്നു, ഇപ്പോഴും വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അമേരിക്കയുടെ കാര്യം എടുക്കാം. അമേരിക്ക ഓരോ രാജ്യങ്ങളിലും ചെയ്ത കാര്യങ്ങൾ, അതായത് വെനിസൂലയിൽ അമേരിക്ക ഇടപെട്ട് അവിടുത്തെ പ്രസിഡന്റിനെ അന്ന് പിടികൂടി മോട്ടൂറായെ അവിടുന്ന് നാട് കടത്തി. ലിബിയയിൽ ഓർമ്മയുണ്ട്, $ഡോളറിനെ വേണ്ട എന്ന് പറഞ്ഞതിനെ ഗദ്ദാഫിയെ പിടിച്ച് കൊന്നുകളഞ്ഞു. വിയറ്റ്നാമില് ഇടപെട്ടിട്ട് അവിടുത്തെ 2 സഹോദരന്മാരുണ്ട്, അവരെ അവിടുന്ന് സ്ഥാനഭ്രഷ്ടനാക്കി, അവരെയും വധിച്ചു കളഞ്ഞു. ഇറാനില് ആദ്യമായിട്ട് എണ്ണ ദേശസൽക്കരണം അവരാണ് ആദ്യം ചെയ്തത്, ഇറാൻ. അതിന് അന്നത്തെ നേതാവ് മുഹമ്മദ് മൊസാദിയെ സ്ഥാനഭ്രഷ്ടനാക്കി. പിന്നെ ബോട്ടിഗാമികയില് അതേമാതിരി അർബാനിയാനെയും ഇതേമാതിരി പുറത്താക്കിയിട്ടുണ്ട്.
ഏറ്റവും രസം നമ്മുടെ ക്യൂബയിലെ സോഷ്യലിസത്തിന്റെ പേരിൽ അവിടുത്തെ ഒരു ചെഗുവേരനെ പിടിച്ച് വധിച്ചു കളഞ്ഞു. അഫ്ഗാനിസ്ഥാനില് റഷ്യനെ, അതായത് റഷ്യ അഫ്ഗാനിസ്ഥാനെ വളരെയധികം സഹായിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ റഷ്യനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിൽ തന്നെ പോയിട്ട് അവിടെയുള്ള പ്രാദേശികമായ ആൾക്കാരെ സംഘടിപ്പിച്ചിട്ട് അവിടെ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് റഷ്യക്കെതിരെ പ്രവർത്തിച്ചു. പക്ഷെ പിന്നീട് ആ പ്രാദേശിക ഗ്രൂപ്പുകൾ അമേരിക്ക തന്നെ എതിരായി. അങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഓടിപ്പോകുന്നത്. അങ്ങനെ പിന്നെ ചിലിയിൽ ഇതേ പ്രശ്നം ഉണ്ടായി, അവിടുത്തെ പ്രസിഡന്റിനെ പുറത്താക്കി. പിന്നെ ഗോട്ടിമാലയില് ഇതേ പ്രശ്നം തന്നെയാണ്, അവിടുത്തെ പ്രസിഡന്റിനെ പുറത്താക്കി. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ കൂട്ടി അടുപ്പിച്ച് അവിടെ പാകിസ്ഥാനിൽ അവരുടെ മിലിറ്ററി കേന്ദ്രം തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലും മുഴുവൻ തന്നെ UAE, സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റിൻ എല്ലായിടത്തും അമേരിക്കയുടെ താവളങ്ങളുണ്ട്. അപ്പൊ എന്താണ് ഈ ഗൾഫ് രാജ്യങ്ങളെ ഇറാനും ഇറാഖിനും എതിരായിട്ട്, പക്ഷെ അവിടെ വേറെ കാര്യമുണ്ട്. ഇറാഖ്, ഇറാൻ ഇതിനൊക്കെ ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതമായിരിക്കും കളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എടുത്ത് ഉപയോഗിക്കുന്ന കളി. ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും അവരെന്താ പ്രയോഗിച്ചിരിക്കുന്നത്? പാകിസ്ഥാൻ മുസ്ലിം, ഇന്ത്യ ഹിന്ദു. ഇപ്പൊ ഗൾഫിൽ എന്താ ചെയ്തിരിക്കുന്നത്? UAE, സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റിൻ ഇവിടെയൊക്കെ സുന്നി മുസ്ലിംസ് ആണ്. ഇറാനിലും ഇറാഖിലും എന്താണ്? ഷിയ മുസ്ലിംസ് ആണ്. അപ്പൊ ഇവരെ തമ്മിൽ അടുപ്പിക്കുക. അങ്ങനെ അടുപ്പിക്കുമ്പോ എന്താ ചെയ്യുന്നത്? ഈ രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് രഹസ്യമായിട്ട് നിൽക്കും. എന്നിട്ട് അവര് അവിടെ ഉണ്ടാക്കുന്ന യുദ്ധ സാമഗ്രികൾ മുഴുവൻ ഈ രണ്ടു കൂട്ടർക്കും കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്നും വലിയ പൈസ ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ മുഴുവൻ തന്നെ അമേരിക്ക ജീവിച്ചു കൊണ്ടിരിക്കുന്നതും. ആ വലിയ കൊള്ള പൈസ കൊണ്ടുപോയി അവിടെ ദൂർത്തടിച്ച് ജീവിക്കുക. അവരുടെ ഡെവലപ്മെന്റിന് അവിടെ പ്രവർത്തിക്കുന്നത് മുഴുവൻ ആരാണ്? ഇന്ത്യക്കാര്. നമ്മൾ അവിടുത്തെ പ്രസിദ്ധമായ എല്ലാ കമ്പനികളും എടുത്തോളൂ, ഏത് കമ്പനി എടുത്തോളൂ, പെന്റഗൺ എടുത്തോളൂ, അവിടുത്തെ ഏത് ശാസ്ത്രീയ ഗവേഷണ രംഗങ്ങൾ എടുത്തോളൂ, എല്ലാത്തിൻ്റെയും തലപ്പത്തിരിക്കുന്നത് ഇന്ത്യക്കാരായിരിക്കും മിക്കതും, അല്ലെങ്കിൽ ചൈനക്കാരായിരിക്കും. അപ്പോ ഇന്ത്യക്കാരെ വെച്ച് മുതലാക്കി അവിടെ ഉണ്ടാക്കുന്നു. ആ സാധനങ്ങൾ കൊണ്ടുപോയി മറ്റു രാജ്യങ്ങൾ, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുപ്പിക്കുക. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് പാകിസ്ഥാന് ഫ്രീ കൊടുക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ഫ്ലൈറ്റ് ഉണ്ട് അമേരിക്കയുടെ, ഒരു ഫൈറ്റിംഗ് ഫ്ലൈറ്റ് ആണ്, F-36 F-35 F-15 ആണ്. ആ ഫ്ലൈറ്റ് പാകിസ്ഥാന്റെ കയ്യിൽ ഒരെണ്ണുള്ളപ്പോ, അതായത് ആദ്യം എന്താ അവർ ചെയ്ത്? ഇന്ത്യയും പാകിസ്ഥാനും അടുപ്പിച്ചു. എന്നിട്ട് ഒരു ഫ്ലൈറ്റ് പാകിസ്ഥാൻ ഫ്രീ കൊടുക്കും. അപ്പൊ ആ ഫ്ലൈറ്റും കൊണ്ട് പാകിസ്ഥാൻ അങ്ങോട്ട് ഗമ കാട്ടി ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കും. അപ്പൊ എന്ത് ചെയ്യും? ഇന്ത്യ പേടിച്ചിട്ട് അമേരിക്കയായിട്ട് നെഗോഷിയേഷൻ ചെയ്തിട്ട് ഒരു 10 അത് വാങ്ങും. അത് കാശ് കൊടുത്തിട്ടാ വാങ്ങുക. അപ്പൊ ഈ ഒരെണ്ണം അവിടെ ഫ്രീ കൊടുത്തതിന്റെ ഒരു കുഴപ്പമില്ല, ഇവിടെ ഈ 10 ഇന്ത്യക്ക് വിറ്റു. അപ്പൊ പിന്നെ അത് വെച്ചിട്ടാണ് ഈ കളി. ഇത്തരത്തിലുള്ള ആയുധ ഇടപാടുകൾ ലോകം മുഴുവൻ നടത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇതിപ്പോ ഡൊണാൾഡ് ട്രംപിന് മാത്രം നമ്മൾ കുറ്റം പറയേണ്ട, അയാൾ ഇപ്പൊ 2 ആഴ്ച ആയുള്ളൂ. പക്ഷെ കാലാകാലങ്ങളിലായിട്ട് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട ഈ കളി ലോകങ്ങൾ മുഴുവൻ മനസ്സിലാക്കി. അതാണല്ലോ ഇപ്പോ അവരുടെ ആ യൂണിയനിൽ നിന്ന് തന്നെ ഈ ഫ്രാൻസും സ്പെയിനും ജർമ്മനിയും ഇംഗ്ലണ്ടും ഒക്കെ മാറി നിൽക്കുന്നത്. കാരണം ഈ അമേരിക്കയുടെ വൃത്തികെട്ട കളി അവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പതാ ഈ യുദ്ധത്തിൽ എന്താ? ഈ യുദ്ധം തീർക്കാൻ ഇപ്പോഴും അവർക്ക് വല്ല താല്പര്യമുണ്ടോ? ഒരു താല്പര്യവും ഇല്ല. യുദ്ധം എങ്ങനെ മുറുക്കണം? യുദ്ധം മുറുക്കുമ്പോ ഇവര് തന്നെ, അമേരിക്ക തന്നെ എന്താണ് മിസൈലുകൾ കൊണ്ടുപോയിട്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കും. കച്ചവടം ഇങ്ങനെ നടക്കും. അപ്പൊ അതിന് ഇറാൻ എങ്ങനെ മുറുക്കും? അപ്പൊ ഇറാനെ കൊണ്ട് ഒരു 10 മിസൈൽ ഈ രാജ്യങ്ങളിലേക്ക് പറഞ്ഞു പിടിപ്പിക്കും. അപ്പൊ എന്താണ്? ഇവരൊക്കെ പേടിച്ച് ഒരുപാട് മിസൈൽ അമേരിക്കയിൽ നിന്ന് വാങ്ങും. അപ്പൊ ഒരു കച്ചവടം നടത്താൻ വേണ്ടി യുദ്ധം ഉണ്ടാക്കുന്ന ഈ അമേരിക്ക, സത്യത്തിൽ അമേരിക്ക ലോക രാജ്യങ്ങളിൽ ഒരു നല്ല വ്യക്തിയായിട്ട് നമ്പർ 1 ശക്തി അമേരിക്ക എടുക്കുകയാണെങ്കിൽ ഈ UN തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ അവർക്ക് അതിന് താല്പര്യമില്ല. അവർക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ വലിയ തോതിലും ചെറിയ തോതിലും യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ആ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആയുധ കച്ചവടങ്ങളും സൈന്യത്തിന്റെ വിപുലീകരണമൊക്കെ നടന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ പറഞ്ഞാൽ, എന്തൊക്കെ ചെയ്താലും ഇന്ന് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ കടത്തിന്റെ
ഏറ്റവും നമ്പർ 1 ആയി നിൽക്കുന്ന അമേരിക്കനാണ്. ഇന്ന് 50 ട്രില്യന് മുകളിലേക്കാണ് അമേരിക്കയുടെ കടം വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കാനുള്ളത്. എന്നിട്ടും ആ കടം വീട്ടാനായിരിക്കാം ഈ നാണം കെട്ട കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 4 ദിവസം കണ്ടില്ലേ, ഇന്ത്യയെ തെറി പറയാണ്, ചൈനയെ തെറി പറയാണ്. കാരണം എന്താണ്? ഇന്ന് ലോക രാജ്യങ്ങളുടെ മുകളിൽ ഞെട്ടിക്കുന്ന സാമ്പത്തിക ഇതുമായിട്ട് മുന്നോട്ട് വരുന്ന 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അപ്പോ അമേരിക്ക ഒരു നായകനുമല്ല, ഒരു വില്ലനുമല്ല, ശരിക്ക് ക്രൂരത കാട്ടുന്ന ഒരു രാജ്യമാണെന്നതിന് യാതൊരു സംശയവുമില്ല. യെസ്, എന്തായാലും അമേരിക്ക വില്ലനാണോ ഹീറോയാണോ എന്ന് ചോദിച്ചാൽ അമേരിക്ക വില്ലനാണ് എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്ക എടുക്കുന്ന പല നിലപാടുകളും ലോകരാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതിനേക്കാളുപരി അമേരിക്ക സ്വന്തം താല്പര്യവും സ്വന്തം സ്വാർത്ഥതയും അനുസരിച്ചാണ് ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.